ഗ്ലാസ്സിന് വലിപ്പം നോക്കി. പിന്നെ വേറെ കാര്യം, ഇവിടെ പെട്ടെന്ന് ആർക്കും അങ്ങനെ കള്ളവണ്ടിയൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊരു എയർപോർട്ട് ചെക്കിങ് പോലെയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോലെ കടത്തി വിടുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊക്കെ വെറുതെ ആയിട്ടോ. എൻ്റെ അടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പെൺകുട്ടി വന്നിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ പോയി. പഠിച്ചവൻ എന്താണെന്ന് പറഞ്ഞൂടെ. അപ്പം ഈ അടുത്തിടെ എൻ്റെ കൂടെ തെറ്റുകൾ ചെയ്യാനും കൂടെ അനുവദിക്കും. ഇപ്പോൾ ഏകദേശം 8:30 നമുക്ക് പറ്റിയ ഫുഡൊന്നും ഉണ്ടാകില്ല, അതായത് ഏറ്റവും പറ്റിയ. പിന്നെ ബാക്കിൽ 2 കപ്പിൾസ് ഉണ്ട് കേട്ടോ. അവർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഏജ് ഉണ്ട്, പക്ഷെ ഭയങ്കര അടിപൊളി വൈബിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് പെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് എൻ്റെ ഞാനിപ്പോൾ വിയറ്റ്നാമിലാണ്. വിയറ്റ്നാം ഡനാങ്ങിലാണ്. ഡനാങ്ങിൽ നിന്ന് ഹോച്ചമിൻ സിറ്റിയിലോട്ട് പോകാം കേട്ടോ. ബൈ ട്രെയിനാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1000 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 1200 കിലോമീറ്റർ അങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ സിറ്റിംഗ് ആണ് എടുത്തത്. 20 മണിക്കൂർ യാത്ര ഉണ്ട്. ഞാനിപ്പോൾ AC ചെയർക്കാറാണ് എടുത്തത്. സിറ്റിംഗ് ഇരുന്ന് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതിന് കോസ്റ്റ് വരുന്നത് 2000 രൂപയാണ്, അറൗണ്ട് 2000. എൻ്റെ ടിക്കറ്റ് മിസ്സായി പോയിട്ടോ. ഞാൻ ഭാഗ്യത്തിനൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ തമ്മിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ വേറെ കാര്യം, ഇവിടെ പെട്ടെന്ന് ആർക്കും അങ്ങനെ കള്ളവണ്ടിയൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊരു എയർപോർട്ട് ചെക്കിങ് പോലെയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോലെ കടത്തി വിടുന്നത്. ടിക്കറ്റ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് അത് വാലിഡ് ആണെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളല്ല, അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ത്യയിലും കൊണ്ടുവരികയാണെങ്കിൽ ലോക്കൽ ടിക്കറ്റിലൊന്നും അല്ല, ലോക്കൽ ബോഗിലൊന്നും പിന്നെ വലിയ തിരക്കുണ്ട്. ട്രെയിനിൻ്റെ ഇൻസൈഡ് ഓക്കെ കേട്ടോ, പെർഫെക്റ്റ്. എനിക്കൊരു അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, ഇനി പോകാൻ ഉദ്ദേശമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചെറിയൊരു ടൂർ ഗൈഡ് ആട്ടോ. എനിക്കിങ്ങനെ കുറേ വിയറ്റ്നാമിലെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, പാക്കേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ക്യാഷ് ഉള്ളപ്പോൾ വരുമ്പോൾ ഇതുപോലെ വന്നൊരു കാര്യമില്ല, കിട്ടുമല്ലോ. ഓക്കെ, താങ്ക് യു. ക്യാമറ. പിന്നെ മെയിനായിട്ട് കാണിക്കേണ്ടത് ഇവിടുത്തെ ബാത്റൂം അല്ലേ. ബാത്റൂം ഇപ്പോൾ ഏതാ, ഇത് വാഷ് ബേസ് ആട്ടോ. ലൈറ്റില്ല, ലൈറ്റുണ്ട്. വാഷ് ബേസൊക്കെ അടിപൊളിയാണ്, കാണാനൊക്കെ ഒരു ഇതുണ്ട്, മൊഞ്ചുണ്ട്. ടോയ്ലറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ആണ്, പക്ഷേ ഒരു ബോഗിൽ ഒന്നേ ഉണ്ടാവും. ടോയ്ലറ്റ് അയ്യേ പോരാ, ടോയ്ലറ്റ് പോരാ. ടോയ്ലറ്റിൽ പിന്നെ AC അല്ല കേട്ടോ, നാച്ചുറൽ എയർ ആണ്. ഗൈസ്, അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊക്കെ വെറുതെ ആയിട്ടോ. എൻ്റെ അടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പെൺകുട്ടി വന്നിരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ പോയി. പഠിച്ചവൻ എന്താണെന്ന് പറഞ്ഞൂടെ. അപ്പം ഈ അടുത്തിടെ എൻ്റെ കൂടെ തെറ്റുകൾ ചെയ്യാനും കൂടെ അനുവദിക്കും. കണ്ടാൽ നമ്മുടെ കേരളം പോലെ തോന്നും, പക്ഷേ ഇത് കേരളമല്ല, വിയറ്റ്നാമാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് എവിടെ നിന്നാണ് അറിയോ? എയർ കണ്ടീഷനാണ് നമ്മളെ ട്രെയിൻ, നമ്മുടെ ബോഗി. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ടോയ്ലറ്റിൽ നിന്നാണ്. ഇവിടുത്തെ ബാത്റൂം അത്ര വലിയ മോശമൊന്നുമല്ല, ഓക്കെയാണ്. വലിയ സ്മെല്ലൊന്നുമില്ല. കുളിക്കാൻ പറ്റൂല, അതൊരു മൈനസാണ്. കുളിക്കാനും കൂടിയുള്ള സെറ്റപ്പ് പോലെ കൊണ്ടുവന്നിട്ട് 2 ദിവസം യാത്രകളിലല്ലേ. പിന്നെ ഇതിനുള്ളിൽ വാഷ് ഫേസ് കണ്ടില്ലേ, വാഷ് ഫേസും പെർഫെക്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാനാണോ ഉള്ളത്, കുടിവെള്ളം ചാൻസ് ഇല്ല കേട്ടോ. കുടിവെള്ളം അല്ലെങ്കിലും ട്രെയിനിൽ അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യൂല, കേടാവുക എന്തായാലും പെട്ടെന്ന് തന്നെ. പിന്നെ പുഷ് ബാക്കുള്ള സീറ്റാണ്, നമുക്കിവിടെ കിടന്നുറങ്ങാനൊക്കെ പറ്റും, അതിന് വലിയ സീനില്ല. എന്നാലും സ്ലീപ്പറിൽ ഇരിക്കുന്ന ആ ഒരു സുഖം എന്തായാലും എന്തെങ്കിലും കിട്ടൂല. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ അത്രക്കൊന്നും കണ്ടില്ലേ. പിന്നെ മാത്രമല്ല, രാജ്യം മാറി, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും മാറും. ശരിയാണ്, പക്ഷേ ഞാൻ പറയുന്നത് വിയറ്റ്നാമിലെ AC ബോഗിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ നാട്ടിലെ 3 ടയർ AC പോയ ആൾക്കാർ. 3 ടയർ AC 3E കോച്ചിൽ 3 ടയർ എക്കണോമിക് കോച്ചിൽ പോയ ആൾക്കാർക്കറിയാം, ഭയങ്കര നീറ്റാണ്. അതുപോലെ കുറഞ്ഞ പൈസയാവുന്നുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2500 കിലോമീറ്ററിന് ഏകദേശം ഡൽഹിയിൽ, ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഡൽഹിയിൽ പോവുകയാണെങ്കിൽ 2300 രൂപയാവുന്നുള്ളൂ, ചീപ്പ്. പിന്നെ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഫുഡിൽ കിട്ടൂല, തീരെ കിട്ടൂല. നമ്മൾ വേറെ എവിടെയെങ്കിലും വാങ്ങി കഴിക്കണം. അതിന് അത്യാവശ്യം നല്ല വില ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഓരോ സ്റ്റേഷനിലും ഇത് പോയി ഇറങ്ങുക. എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ അത്രയും ഒരു ഇതുണ്ട് ഇവിടെ.
പിന്നെ ബാക്കിൽ 2 കപ്പിൾസ് ഉണ്ട് കേട്ടോ. അവർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഏജ് ഉണ്ട്, പക്ഷെ ഭയങ്കര അടിപൊളി വൈബിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏജും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ ഇതൊക്കെ തന്നു, ചെറിയ മുട്ടായിയൊക്കെ തന്നു. എന്തായാലും ഇവിടെ പിന്നെ വേറൊരു കാര്യമേ, നമ്മുടെ നാട്ടിലെ പോലെ ലോക്കൽ ട്രെയിൻ ഇല്ല. അതായത് എല്ലാവരും കൂടെ തിക്കി കയറി പോകുന്ന ആ ഒരു സംഭവമല്ലേ, അങ്ങനത്തെ ഒരു സംഭവം വിയറ്റ്നാമിലില്ല. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് എല്ലാം AC കോച്ചാണെന്ന് തോന്നുന്നു. കാര്യം അല്ലാതെ നോൺ AC ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കുറേ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. ആരെങ്കിലും അങ്ങനത്തെ ട്രെയിൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ തീരെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഞാൻ എവിടെ നോക്കിയിട്ടും കണ്ടിട്ടില്ല. തായ്ലൻഡിലുണ്ടായിരുന്നു നോൺ ACയിൽ. ഞാൻ ഇവിടെ ലാവോസ് വരെ പോയത് ഏകദേശം 450 രൂപക്കാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിയറ്റ്നാമിലും ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വരും കേട്ടോ. ട്രെയിനിൽ കൂടെ ഭക്ഷണം കൊണ്ടുവരുന്ന സംഭവമല്ലേ, ഇവിടെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതിന് പറ്റിയ ആൾക്കാരുണ്ടാവും, എല്ലാം കൊണ്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഗൈസ് രാത്രിയായിട്ടോ, ഒരു 7:30 7:45 ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു മെയിൻ പ്രശ്നം എന്താ അറിയോ, ഒന്ന് പുറത്തുനിന്ന് കാറ്റ് കിട്ടൂല. അത് ഈസി അതിനെ കൊണ്ട് ഓക്കെ എന്തായാലും കിട്ടിയാല. നമുക്ക് ഇനി അത് ഒഴിവാക്കി പുറത്ത് പോയി ആ ഡോറ് തുറന്ന് നോക്കുക എന്നുള്ള സെറ്റപ്പില്ലേ, അതും പോസിബിൾ അല്ല. കാര്യം ഇത് ഏകദേശം നമ്മുടെ വന്ദേ ഭാരത് പോലെയാണ്, കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സ്റ്റേഷൻ വന്നാലേ ഇത് ഓപ്പൺ ആവും, നിർത്തും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, പുറം കാഴ്ച കാണുന്ന അത്ര പോസിബിൾ അല്ല. വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇപ്പം കാണാനും ഇതാണ് നമുക്ക് ഡിന്നർ കേട്ടോ. വേറെ എന്തോ കഴിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതുവരെ നമ്മളിതാണ് കഴിക്കുന്നത്. നമുക്കിത് മാത്രമേ ഒരു മുമ്പിലുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ഇന്നലെ വാങ്ങിയ ഇതല്ലേ ഫ്രണ്ട്സില്ലേ, ബാക്കിൻ്റെ കുറച്ച്. ഇതിപ്പോൾ ഏകദേശം 8:30 ആയിട്ടോ. ഏകദേശം ഉറങ്ങി കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വൈകി പക്ഷെ നമുക്ക് പറ്റിയ ഫുഡൊന്നും ഉണ്ടാകില്ല, അതായത് ഏറ്റവും പറ്റിയ. അങ്ങനെ നേരം വിളിച്ചിട്ടോ, ഞാനിപ്പോൾ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. ഫ്രഷ് ആകാൻ പോവുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഹോച്ചിമിൻ സിറ്റിയിലെത്തും. എന്നിട്ട് അവിടെ നമുക്ക് ചെറിയൊരു ഹോട്ടൽ നോക്കണം. ഹോട്ടലല്ല, മോട്ടൽ എന്ന് വെച്ചാൽ ചെറിയൊരു ബെഡ് സ്പേസ് നോക്കുക. എന്നിട്ട് ഇനി എന്തായാലും നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈഫൈൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ക്ഷീണമാവും. നല്ല ഗൈസ് അങ്ങനെ ഏകദേശം ഹോച്ചിമിൻ സിറ്റി എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഗൺ എന്നാട്ടോ പറയുക ഇതിന്. അപ്പോൾ എന്തായാലും എൻ്റെ ഹോട്ടൽ ഇപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത്. ഹോട്ടലല്ല, ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റൽ എങ്ങനെയാണ് ബുക്ക് ചെയ്ത്, അതിന് കോസ്റ്റ് എത്ര വരും, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. എങ്ങനെയാണ് സിറ്റി വലുതായിട്ട് നമുക്ക് കാണുന്നില്ല, എന്നാലും ഏകദേശമൊക്കെ ഓക്കെയാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ടൈം ആട്ടോ ഹോച്ചിമിൻ സിറ്റി വരുന്നത്. ഞാൻ മുമ്പ് വന്നപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പോയതാണ്, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഇതുമില്ല എന്ന് വെച്ചാൽ ക്യാമറയൊന്നും അത്ര വലിയ ക്യാമറയൊന്നും ഇല്ലായിരുന്നു. നോർമൽ ഒരു സാധാ ഒരു 20,000 റുപ്പീസിൻ്റെ ക്യാമറ ആയിരുന്നു. പിന്നെ എനിക്ക് വലിയ വ്യൂസും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം വീഡിയോസ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ഏകദേശം 7 രാജ്യങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 80 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. ഏകദേശം ഒരു 100ഓളം വീഡിയോസ് ഉണ്ടാവും. പക്ഷേ അതിൽ ഒറ്റൊന്നും പോലും ഇതായിട്ടില്ല, വൈറലായില്ല. മാത്രമല്ല കയറിയിട്ടുമില്ല. കുറച്ച് ഏകദേശം എനിക്ക് തോന്നുന്നത് ഫുള്ള് 1000 ബിലോ അല്ലെങ്കിൽ ഒരു 10,000 ബിലോ മാത്രമാണ് വ്യൂസ് വന്നത് എല്ലാം കൂടെ. അപ്പോൾ ഈ പ്രാവശ്യം നല്ലോണം അത് മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഒരു ടിപ്പ് തരാം, നിങ്ങൾ ഒരുപാട് ക്യാഷ് കയ്യിൽ വെക്കാണ്ടിരിക്കുക. ഒരുപാട് ക്യാഷ് എടുത്തപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ടോങ്കൊക്കെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇവിടെ ക്യാഷ് തീർക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷ് മാക്സിമം കുറച്ച് കയ്യിൽ പിടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡോളേഴ്സ് ആക്കിയിട്ടൊക്കെ കയ്യിൽ വെച്ചാൽ മതി. കാര്യം ഇവിടുന്ന് ATM നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർ ചാർജ് ചെയ്യും. നല്ലൊരു എമൗണ്ട് അല്ല, എന്നാലും ഏകദേശം ഞാൻ അന്ന് പറഞ്ഞല്ലോ, തായ്ലൻഡിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തപ്പോൾ ഓരോ ട്രാൻസാക്ഷനും 500 റുപ്പീസ് വെച്ചിട്ട് അവർ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോളേഴ്സ് ആയിട്ട് കയ്യിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ആവശ്യത്തിന് മാത്രം വിയറ്റ്നാമി ഡോങ്കി, ഇവിടുത്തെ കറൻസി കയ്യിൽ വെക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത്. ഹോച്ചിമിൻ സിറ്റിയിലെ അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആട്ടോ അപ്പുറത്ത് കാണുന്നത്. പിന്നെ ബ്രിഡ്ജും വലിയ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ സൈഗൺ നാടോ ഈ സ്ഥലത്തിന് പറയാം. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഇത് കുറേ ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ തായ്ലൻഡ് പോയപ്പോൾ ഒരു വട്ടം ഇതുപോലുള്ള സ്ഥലത്തായിരുന്നു താമസിച്ചത്. ഞാൻ ഒരു വട്ടം കാണിച്ചു തന്നില്ലായിരുന്നു വീഡിയോ. എക്സ്പെൻസ് കുറവായിരിക്കും, പക്ഷേ സിറ്റിയിൽ നമുക്ക് താമസിക്കാനും പറ്റും. ചീപ്പായിട്ട് നമുക്ക് സിറ്റിയിൽ താമസിക്കാൻ പറ്റും. അങ്ങനത്തെ
ഗൈസ് അപ്പോൾ ഹോച്ചിമിൻ സിറ്റി എത്തിയിട്ടോ. ബാക്കിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോകണം. ഹോസ്റ്റലിലേക്ക് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, 2 മണിക്ക് ഹോസ്റ്റൽ ഓപ്പൺ ആവും. പിന്നെ ഫുഡ് എന്തായാലും കഴിക്കണം, അതാണ് അടുത്ത. പിന്നെ ഗൈസ് ഇത് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കേട്ടോ. അല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നല്ല, എന്നാലും ഒരു കമ്മ്യൂണിസ്റ്റ് കണക്ഷൻ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇവിടെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ലൈഫിൽ. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റൊക്കെ ഇഷ്ടമല്ലാത്തേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കമ്മ്യൂണിസ്റ്റും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചെഗ്വേര, ഫിദൽ കാസ്ട്രോ എല്ലാവരും അടിപൊളിയാണ്. നാട്ടിലെ ആളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുഡ് കണ്ടിട്ട് സാൻഡ്വിച്ച് ഡെയിലി കഴിക്കുന്ന സംഭവമല്ല. അപ്പോൾ സ്ഥലം കണ്ടിട്ടോ. ഇവിടെ വായിക്കാനും അറിഞ്ഞൂടാ, ഇടാനും അറിഞ്ഞൂടാ. ഞാൻ നിനക്ക് തൊട്ട് കാണിച്ചു കൊടുത്താൽ ഇതാണ് എടുക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഷൂട്ട് ചെറിയ തട്ടുകേടാട്ടോ. ബഡ്ജറ്റ് ട്രാവലേഴ്സ്, നിങ്ങളെ വിയറ്റ്നാമിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് നോട്ട് ചെയ്ത് വെച്ചിട്ടോ. കാരണം ഇതിന് വലിയ ക്യാഷ് ആവുന്നില്ല. ഏകദേശം ഒരു 60 രൂപയ്ക്ക് നമുക്കൊരു സാൻഡ്വിച്ച് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏകദേശം 20,000 ഡോങ്കാണ്. അപ്പോൾ ഇത് നമുക്ക് വിശപ്പ് മാറും, ഒരു നേരത്തെ വിശപ്പ് നല്ലോണം മാറും. അപ്പോൾ ഇത് ചെറിയൊരു തട്ടുകടാട്ടോ. ഞാൻ ഇവിടുന്നാണ് സാധനം വാങ്ങി. ചേച്ചി ഒന്ന് ഹായ് കാണിക്കൂ. അപ്പോൾ ഇത് സ്റ്റേഷൻ്റെ നേരെ മുമ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ട്. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സമയം എഴുതി കിട്ടും. ഇങ്ങോട്ടൊക്കെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ മാപ്പ് ഉണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടോ. ടിക്കറ്റ് ഇതാ ഇവിടെ നിന്ന് വരും. പൈസ നമ്മൾ അതിലുണ്ട്. ഇതിൽ കണ്ടക്ടറോ ക്ലീനറോ ഒന്നുമില്ല, ഒരു ഡ്രൈവർ മാത്രം എല്ലാം നോക്കുന്നത്. പിന്നെ നമുക്ക് കാർഡ് ഉപയോഗിച്ച് കാർഡ് സ്വൈപ്പ് ചെയ്തൊന്നുമല്ല ഇവിടെ കയറേണ്ടത്. നോർമലി ക്യാഷ് കൊടുത്ത് തന്നെ കയറാൻ പറ്റും. എല്ലാം ഡ്രൈവർ തന്നെയാണ് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ കുറവാണ്, വലിയ ആൾക്കാരില്ല. ബുസൻ ഡോഗാണ്. നാട്ടിൽ ഏകദേശം 20 റുപ്പീസ്, 20 രൂപ. ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അത് ഞാൻ വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റെ നേരെ ബാക്കിലുള്ള ഒരു പാർക്കിലേക്ക് വന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം നമുക്ക് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ 2 മണി ആവണം. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് 12:15 ഉള്ളൂ. 1.5 മണിക്കൂറും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലുള്ളേ തായ്ലൻഡ്, അതുപോലെ ലാവോസ്, പിന്നെ വിയറ്റ്നാം, കംബോഡിയ, അങ്ങനത്തെ ഏരിയയിലൊക്കെ 2 മണി ആ ടൈമിൽ മാത്രമേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ, പോയി ഒക്കെ ആയാലും ചില ഹോട്ടൽസുകാരൊക്കെ സമ്മതിക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും സമയം തീർക്കാം. ഉറങ്ങിയോ? ഉറങ്ങണ്ട, ജസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. കഴിച്ച് ഇവിടെ വെള്ളം കിട്ടും കേട്ടോ. സെക്യൂരിറ്റിക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തരാൻ പോയി, ഇപ്പം കിട്ടും. ഇതെന്താ ഗൈസ്, നിങ്ങൾ ട്രാവൽ ചെയ്ത് വിയറ്റ്നാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹോസ്റ്റൽ ബുക്ക് ചെയ്യാമെന്നറിയോ? ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ Booking.com അല്ലെങ്കിൽ അഗോഡ എന്ന് പറയുന്ന ഈ 2 വെബ്സൈറ്റ് യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അഗോഡ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ലൊക്കേഷൻ ഹോച്ചിമിൻ സിറ്റിയാണ്. ഹോച്ചിമിൻ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഹോസ്റ്റൽ നമുക്ക് കാണാൻ പറ്റും. ലോ ടു ഹൈ കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ പേ അറ്റ് ഹോട്ടൽ കൊടുക്കുക. നിങ്ങൾ പറ്റിക്കപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസക്കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പേ അറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഹോട്ടലിൽ എത്തിയതിന് ശേഷം ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഹോസ്റ്റൽ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്. ആ ഒരു ഓപ്ഷനായിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ.